അതെ. നാട്ടുകാർക്ക് ആശ്വാസമല്ല. ചെന്താമരയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ജനങ്ങളുടെ ആവേശമാണിത്. പക്ഷേ നിയമം അനുവദിക്കുന്നില്ലല്ലോ. നിയമം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നിയമപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസ് ആ കൃത്യം നിർവഹിക്കും. ആ ജനങ്ങൾക്കുണ്ടായിരുന്ന ആശങ്ക മാത്രമല്ല, ആ പ്രതി എത്ര സൈലന്റ് ആയിട്ടാണ് ആ പ്രദേശത്ത് മറ്റേ ഇത്തരം കൊലപാതകം നടത്തിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ആ ഒരു ഭയം ആളുകൾക്കുള്ള ഒരു എന്താ പറയുക, ആ പ്രതിയോടുള്ള ശത്രുതാ മനോഭാവമാണ് ഇപ്പോൾ ഇവിടെ പ്രകടമാകുന്നത്. മനസ്സിലായില്ലേ? ഇനിയില്ല, ഉറപ്പായിട്ട് അത് തെളിഞ്ഞല്ലോ. അല്ല പറയുന്നത് ഈ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് 2 ദിവസം മുമ്പ് എടുത്തിരുന്നുവെങ്കിൽ അതെ അതെ അല്ല അതെ സംഭവിക്കേണ്ടത് സംഭവിച്ചു പോയി. അത് പിടിച്ചിട്ട് പിന്നെ ജനങ്ങൾ വികാരം കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാലോ. ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു ചിത്രം. അതായിരുന്നു യഥാർത്ഥ എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ല നമ്മുടെ ആ കുറ്റവാളി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ ആ ക്രിയ ചെയ്യലല്ലോ ഞങ്ങളുടെ പണി. നിയമത്തിന്റെ മുന്നിൽ മറ്റേ കുറ്റവാളിയെ പിടിക്കപ്പെട്ടാൽ ആ കുറ്റവാളിക്കുള്ള ശിക്ഷ പൂർണ്ണമായി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസ് സേനയ്ക്കാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പോലീസിനോടൊപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ കുട്ടികളും ജനങ്ങൾ തന്നെയാണ് എല്ലാ തെരച്ചിലിനും ഊർജിതമായ എല്ലാ തെരച്ചിലിനും ഒപ്പം നിന്നവരാണ് അവർ. പക്ഷെ പെട്ടെന്ന് ഉണ്ടായ ആ ഒരു വികാര പ്രകടനത്തിന്റെ പേര് അവർ പറഞ്ഞു പോലീസിന് അതിന്റെ ഭാഗത്തുനിന്നൊരു ഇതുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. പക്ഷേ ഇത്രയും പൈശാചികമായ കൊലപാതകം നടത്തിയ ഒരു പ്രതിയോടുള്ള വികാരമാണ് അവർക്കുള്ളത്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് നിയന്ത്രിക്കാം. നമുക്ക് നിയന്ത്രിക്കാം. നോക്കാം.